മോൾ അച്ഛനെ പറ്റി ചെറിയൊരു ധാരണയൊക്കെ തന്നിട്ടുള്ളതുകൊണ്ടേ അവിടെ വരുമ്പോ കുറച്ച് വയലന്റ് ആയാലും കുഴപ്പമൊന്നും ഇല്ല മോളെ. ഇവിടുന്ന് ആരെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് മുത്തശ്ശി എന്നോട് വിളിച്ചു പറഞ്ഞേ. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഒറ്റയ്ക്ക് ചെന്നാ മതിയെന്നും പറഞ്ഞു. എന്നാ പിന്നെ മോള് പോയിട്ട് വാ. ഞങ്ങൾക്ക് മോളുടെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ശരി അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. ആ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ അമ്മേ. അങ്ങേർക്ക് അത്രയ്ക്ക് കൂടുതലാണോ? എടാ, അന്ന് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനായിട്ടല്ലേ അങ്ങേര് ലോറിയുമായിട്ട് പോയത്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാവടാ? ആ ലോറി ഞാൻ പോയി കണ്ടതാ. ലോറിക്ക് കുഴപ്പമൊന്നുമില്ല. ലോറി എവിടെയും തട്ടിയിട്ടുമില്ല. അയാൾക്ക് പിന്നെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങേരേതോ താഴ്ചയിലേക്ക് വീഴുമായിരുന്നു. ഇനി ലോറിന്നെടുത്ത് ചാടിയതാണെന്നൊരു പിടുത്തവുമില്ല. എടാ, എന്തിനാ അങ്ങേരെടുത്ത് ചാടുന്നേ? ആർക്കറിയാം. അച്ഛന്റെ ബാധയൊക്കെ ദേഹത്ത് കയറിയതല്ലേ. അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും. ആ, എന്നാ പിന്നെ അങ്ങേരുടെ വീട്ടിലേക്ക് പോവാത്തതാ നല്ലത്. എടാ, ഇനി ബാധ കയറി നമ്മുടെ തലമണ്ട എങ്ങാനും അടിച്ചു പൊട്ടിച്ചാലോ? അയ്യോ ഭഗവാനെ, വേണ്ട വേണ്ടായേ. കണ്ണേട്ടനായിരുന്നോ? എന്താ കയ്യില് വലിയ കവറൊക്കെ ആയിട്ട്? എന്റെ ഭാര്യയുടെ 7ാം മാസമല്ലേ, അതിന് കുറച്ച് ഡ്രസ്സ് വാങ്ങി. സ്വർണ്ണമൊക്കെ അന്ന് കൊടുത്താൽ മതിയല്ലോ. ദേ, ഭാര്യയ്ക്ക് സാരിയായിട്ട് പ്രിയതമനെത്തി. 7ാം മാസം ഉടുത്തിറങ്ങാനുള്ള സാരി ഒരുപാടുണ്ടല്ലോ കണ്ണേട്ടാ. ഈ വിഷുവിനും 2 ജോഡി സാരി വാങ്ങി തന്നതല്ലേ? ഒരു സമയത്ത് തന്റെ രണ്ടാനച്ഛൻ ഓണത്തിനോ വിഷുവിനൊക്കെ വാങ്ങിത്തരുന്ന ഡ്രസ്സുകള് ഇടയ്ക്ക് മുറയ്ക്ക് അലക്കി തേച്ച് കൊടുത്തുകൊണ്ടാണ് താൻ എല്ലാ ആഘോഷങ്ങൾക്കും പങ്കെടുത്തിട്ടുള്ളത്. ആ കഥയൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മാസത്തിൽ 30 ദിവസവും ഓരോരോ സാരി വെച്ച് താൻ ഉടുക്കണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ ഉടുത്താലും തീരാത്തത്ര സാരി ഇപ്പൊ ഷെൽഫിലുണ്ട്. പോരാത്തേന് അനന്തവേട്ടനും ലേഖയും അവരുടെ വകയായിട്ടും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിത്തരുന്നുണ്ട്. 7ാം മാസത്തെ ചടങ്ങിന് അധികാരം നമ്മൾ വിളിച്ചിട്ടില്ല. വലിയൊരാഘോഷമായിട്ട് നടത്തുന്നുമില്ല. പക്ഷേ അന്നത്തെ ദിവസം കല്യാണ പെണ്ണിനെ പോലെ താൻ വെട്ടിത്തിളങ്ങണം. അതുകൊണ്ടാ എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആ ചടങ്ങ് നടത്താന്ന് ഞാൻ കരുതിയത്. അത് വേണം കണ്ണേട്ടാ. അവിടെ ഉള്ളവരൊക്കെ അത് കാണണം. മഹയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരുപാട് അച്ഛന്മാരുണ്ടെന്ന് പറഞ്ഞതില്ലേ അവിടെ ഉള്ളവരൊക്കെ? അങ്ങനെയുള്ളവര് നിങ്ങൾ രണ്ടാളും 7ാം മാസ ചടങ്ങിന് ഒന്നിച്ചിരിക്കുന്നത് അവരൊക്കെ കാണണം. പിന്നൊരു കാര്യം, 7ാം മാസത്തെ ചടങ്ങ് നടത്തിയിട്ടേ ഇദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തരുത് കേട്ടോ. അല്ലെങ്കിൽ 7ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെ പെൺകുട്ടികളെ നിർത്താറില്ല. ഇയാളുടെ പ്രസവം നീ നോക്കിക്കോ. അത് കഴിഞ്ഞാലോ? ആ സമയത്താണല്ലോ അമ്മയും കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടത്. ചുരുക്കി പറഞ്ഞ അമ്മയും കുഞ്ഞിനെ നീ എനിക്ക് തരില്ല എന്നർത്ഥം. ആ, ഇടയ്ക്കൊക്കെ തരാം. ഇന്നും തരാൻ ബുദ്ധിമുട്ടാ. എനിക്കറിയാം, അവസാനം അത് തന്നെ സംഭവിക്കുള്ളൂന്ന്. അതെ, കണ്ണേട്ടന് 7ാം മാസം ഉടുക്കാനുള്ള സാരിയൊക്കെ ആയിട്ട് വന്നതല്ലേ? ചെല്ല്, അതൊക്കെ ചേരുമെന്ന് നോക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ രണ്ടാൾക്ക് ഒന്നിച്ചിരിക്കണമെന്നൊക്കെ തോന്നുമല്ലോ. വാ. ഇതിന് വലിയ വിലയെ കാണുമല്ലോ കണ്ണേട്ടാ. എന്റെ ഭാര്യയെക്കാളും വില ഒന്നിനുമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി താൻ ചിന്തിക്കണ്ട. അല്ല, എന്റെ കുഞ്ഞെന്ത് പറയുന്നു? എന്ത് പറയാനാ, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിന്റെ അച്ഛനെ പോലെ തന്നെയാ.
അമ്മ ഒരു ശല്യം ചെയ്യുന്നില്ല. ആ എന്നാലും ഞാനും നോക്കട്ടെ അച്ഛൻ വന്നത് കുഞ്ഞറിയുന്നുണ്ടോന്ന്. അനക്കൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് ചെറുതായിട്ട് കൈയും കാലും ഒക്കെ അനക്കുമ്പോ ഞാൻ ഓർക്കാറുണ്ട്, കണ്ണേട്ടൻ അപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. നമ്മുടെ കുഞ്ഞിന്റെ അച്ഛനെ പേടിയാണെന്ന് തോന്നുന്നു, അത് സൈലന്റ് ആയത്. അതൊക്കെ അവിടെ ആക്കട്ടെ. അയാളുടെ കാര്യം എന്തായി? കരുണയുടെ അച്ഛന്റെ. അമ്മയെ വിളിച്ചപ്പോ വീട്ടിലെത്തിന്നാ പറഞ്ഞ്. നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തിനാ പോന്നേ? അയാള് തലയ്ക്ക് സ്ഥിരതയില്ലാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നെന്ന് അമ്മ പറഞ്ഞ്. ആ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചില്ലേ? കാണിച്ചിട്ടും കുറവൊന്നുമില്ല. മരുന്ന് കൊടുത്തിട്ടുണ്ട്. അയാള് വയലന്റ് ആവുന്നില്ലല്ലോ? ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കാട്രിസ്റ്റിനെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ചെടുത്തം തന്നെയാ. അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ ബാധ അയാൾ കൂടിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴവൻ പറഞ്ഞത് സാധാരണ ഈ ബാധയൊക്കെ കൂടുന്നത് അടുത്ത ബന്ധമുള്ള ആൾക്കാരുടെ ദേഹത്താണെന്ന്. പക്ഷേ തൻ്റെ രണ്ടാനച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പിന്നെ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു. മരിച്ചയാൾക്ക് ആരോടെങ്കിലും തീർത്താ തീരാത്ത ദേഷ്യം ഉണ്ടെങ്കിൽ അവര് ഈ രീതിയിലൊക്കെ ശല്യം ചെയ്യുന്നു. അത് വീട് കണ്ണേട്ടാ. അതിന്റെ പിന്നാലെ നമ്മൾ എന്തിനാ പോന്നേ? കരുണയുടെ അച്ഛൻ നോർമൽ ആവാതെ അങ്ങനെ കാണണ്ടെന്ന എന്റെ അഭിപ്രായം. ശരി, അങ്ങനെയെങ്കിൽ കാണണ്ട. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. കുഞ്ഞിന്റെ കാര്യം പറയുന്നതിനിടയിൽ എന്തിനാ വെറുതെ കരുണയുടെ അച്ഛന്റെ കാര്യം എടുത്തിടുന്നേ? തനിക്കിത് കേൾക്കുന്ന പോലും ഇഷ്ടമല്ലല്ലോ. അല്ല, അയാൾക്ക് ആ അപകടം പറ്റുന്നതിന് തൊട്ടു മുമ്പ് പോലും നമ്മളെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ മാർക്കോ പറഞ്ഞത്? അങ്ങനെ ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാനാ? ഇനി ആ കൊലപാതക ശ്രമം തടഞ്ഞത് അയാളുടെ ദേഹത്തേറിയ എന്റെ അച്ഛനായിരിക്കോ? ചിലപ്പോ ആയിരിക്കും. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും രൂപത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് ഇപ്പോ നമ്മുടെ ചുറ്റിനും. അവർ നമ്മുടെ ചുറ്റിനും ഒരു വേലി തീർത്തിരിക്കുക. അതിനെ ഭേദിച്ച് നമ്മുടെ ദേഹത്ത് ഒരു തരി മണ്ണ് നുള്ളിയിടാൻ പോലും ആർക്കും കഴിയില്ലെന്നാ എന്റെ വിശ്വാസം. എത്രയായി? 100 രൂപ. നിന്നെ ഞാനൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു മോളെ. മിക്കവാറും നിന്റെ അച്ഛൻ തന്നെ നിന്റെ ജീവിതം ഇല്ലാതാക്കും. നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങേരും അങ്ങേരുടെ അമ്മയും കൂടി വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചോണ്ടിരുന്നത്. ഇപ്പോ അതേ അച്ഛൻ തന്നെ നിന്നെയും ഉണ്ണിയും തമ്മിൽ വേർപിരിക്കുമെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇപ്പോഴും അതേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കല്ലേ? അങ്ങേര് കണ്ണനോട് പോയി ഞാൻ സത്യം പറയണമെന്നാ പറയുന്നത്. കണ്ണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും പറയുന്നുണ്ട്. ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയും ഒക്കെ അച്ഛനെ കാണാൻ പലതവണ ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നതാ. അപ്പോഴൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞ് തടയുമായിരുന്നു. ഇന്നിപ്പോ ഡിസ്ചാർജ് ആയിന്ന് പറഞ്ഞപ്പോ രണ്ടാൾക്കും ഇവിടെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ നോർമൽ അല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഒഴിവാക്കുമായിരുന്നു. മോളെ, അവരെ ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരരുത്. കൊണ്ടുവന്നു കഴിഞ്ഞാ ചിലപ്പോ നിനക്ക് നിന്റെ കെട്ടുതാലി പോലും നഷ്ടപ്പെട്ടെന്ന് വരാം. എനിക്ക് മാത്രമല്ലല്ലോ, അമ്മയുടെ മൂത്ത മോൾക്കും അത് ദോഷം ചെയ്യും. അവളാ
ആ അപകടത്തിന്റെ ദൃക്സാക്ഷി. എന്നിട്ട് ഇതുവരെ അവളുടെ ഭർത്താവിനോട് പോലും അവൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. സത്യങ്ങൾ കമലേശ്വരത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം നിന്റെ അച്ഛന്റെ വായ മൂടിക്കെട്ടുന്നതാ നല്ലത്. ഇനിയിപ്പോ അങ്ങേര് പുറത്തോട്ടിറങ്ങിയ പോലും ഞങ്ങൾക്കൊരു പേടിയാ. പുറത്തോട്ടിറങ്ങി വഴിയിൽ കൂടി പോകുന്നവരൊക്കെ തടഞ്ഞു നിർത്തി വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞ് ആരാണ് ഈ വിശ്വനാഥനെന്ന് എല്ലാവരും അന്വേഷിക്കില്ലേ? അങ്ങനെ അന്വേഷിച്ച് അങ്ങേര് തന്നെ പറയും ലക്ഷ്മിയുടെ ഭർത്താവായ കണ്ണന്റെ അച്ഛനാണ് വിശ്വനാഥനെന്ന്. ഇത് വല്ലാത്തൊരു തലവേദനയല്ലോ അമ്മേ. വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസ കണ്ണന്റെ പിറന്നാള്. ആ ദിവസം ശബരിമലയിൽ പോകാൻ മാലയിട്ട സമയത്താ അച്ഛനും മോനും കൂടെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ബൈക്കിൽ പോയത്. അങ്ങനെ പോയ അവരുടെ ബൈക്കിലേക്ക് നിന്റെ അച്ഛൻ ലോറി കൊണ്ട് ഇടിച്ചത്. എന്നിട്ട് ലോറി അവിടെ നിർത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കരുണ പോലും നിന്റെ അച്ഛൻ കാണിച്ചില്ല. ആ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ കണ്ണന്റെ അച്ഛൻ ചിലപ്പോ രക്ഷപ്പെട്ടേനെ. ഓ, ഇനി അതേപ്പറ്റി ഒന്നും പറയണ്ട. എത്ര വർഷം മുമ്പ് നടന്ന സംഭവം. അത് ഇനിയും കുത്തിപ്പൊക്കുന്ന എന്തിനാ? ഇവിടെ ആരും കുത്തിപ്പൊക്കുന്നില്ലല്ലോ. നിന്റെ അച്ഛൻ തന്നെയല്ലേ ഇപ്പൊ അതേപ്പറ്റി വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നത്. മോളെ, ഇതൊക്കെ നിനക്കൊരു പാഠമാ. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ രൂപത്തിലായാലും ആത്മാക്കളുടെ രൂപത്തിലായാലും ആരെങ്കിലുമൊക്കെ നമ്മളെ ശല്യം ചെയ്യാൻ വരും. ഓ, ഇങ്ങോട്ട് വന്നാ പിന്നെ ഒരേ ഉപദേശമാണല്ലോ. അതുകൊണ്ടാ എനിക്ക് ഇങ്ങോട്ട് വരാനേ തോന്നാത്തത്. മോളും ഇങ്ങോട്ട് വന്നേ. എന്തൊക്കെയോ കണക്കുകൂട്ടലുകളാ. കുറേ നേരമായി ഈ കണക്കുകൂട്ടൽ തുടങ്ങിയിട്ട്. സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഇവന്റെ അച്ഛൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അങ്ങേര് ആർക്ക് പലിശയ്ക്ക് പൈസ കൊടുത്താലും തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. പിന്നെ സമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. അതിന് എന്റെ മുത്തച്ഛന്റെ പ്രേതം അല്ലല്ലോ അച്ഛന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. എന്റെ മോളെ, മുത്തശ്ശന്റെ അല്ലെങ്കിലും പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരുത്തന്റെ പ്രേതമാണല്ലോ ഇവന്റെ ദേഹത്ത് കയറിയിരിക്കുന്നേ. ആ കണ്ണന്റെ അച്ഛന്റെ. അയാൾ ഈ സ്വർണ്ണമൊക്കെ പണയത്തിനെടുത്തിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളായിരുന്നല്ലോ. മോളെ, മോളെ, വിശ്വനാഥന്റെ കാര്യം കണ്ണനോട് പറഞ്ഞോ? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ പറയണമെന്ന്. ഈ കിളവിയോട് ഞാൻ പറഞ്ഞ ഒന്ന് വിളിച്ചു പറയാൻ. എന്നിട്ട് അവർ ഇതുവരെ കേട്ടിട്ടില്ല. എന്ത് ചെയ്യും മോളെ? ഓ, ഒന്നും ചെയ്യാനില്ല. എന്റെ മോളിങ്ങി വാ. കേട്ടോ മോളെ, ഇന്നലെ രാത്രി വിശ്വനാഥൻ വന്ന് എന്റെ മുന്നിലിരുന്ന് ഒരേ കരച്ചിലായിരുന്നു. എങ്ങനടിച്ച ആ പാവം കരയുന്നേ. ഒരേ ഒരു കാര്യം മാത്രമേ അവൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാനാണ് അവനെ ലോറി ഇടിച്ചു കൊന്നതെന്ന് കണ്ണൻ അറിയണം. അയ്യോ, അതറിയിക്കാതെ എന്റെ വിശ്വനാഥന് ഒരു സ്വസ്ഥത കിട്ടില്ല മോളെ. എനിക്കും അങ്ങനെ തന്നെ. ഒരുത്തി സഞ്ചരിക്കുന്ന കാറില് ലോറി കൊണ്ടുപോയി തട്ടിക്കാന്നും പറഞ്ഞു പോയതാ. അവരെ ഈ പറയുന്ന വിശ്വനാഥന്റെ കൂടെ വിട്ടിട്ട് എന്നെ സന്തോഷിപ്പിക്കാമെന്നും അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ എന്റെ ജീവിതം നശിപ്പിക്കാനും നോക്കുക. അതേപ്പറ്റിയൊക്കെ ഈ വാട്ടനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? വാട്ട നിങ്ങളുടെ കെട്ടിയോനാ എന്ന് പറയുമ്പോ അത് നിന്റെ അച്ഛനാടാ. അങ്ങേർക്ക് ഇത്തിരി വട്ടുണ്ടായിരുന്നെന്ന് മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, അതിനെ പാരമ്പര്യം പാരമ്പര്യം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മനസ്സൊന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ, ശാന്തമാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വനാഥനെ ഒന്ന് തൃപ്തിപ്പെടുത്തണം. എന്റെ മോളെ, ഇന്ന് പറഞ്ഞിരുന്നു വരുമെന്ന്. ഓ, വരുമ്പോഴേ കൂടെ പോവാൻ നോക്ക്. കൂടെ കൂട്ടൂല.
അവൻ എന്നെ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിലേ കണ്ണനോട് ഞാൻ സത്യം പറഞ്ഞാൽ പറ്റൂ. അല്ലാതെ അവൻ എന്നെ കൊണ്ടുപോകില്ല, എനിക്കറിയാം. മോളെ, എനിക്ക് കണ്ണനെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കിത്താ. ഞാൻ അവനോട് നടന്നതൊക്കെ നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. ഇവനെ മിക്കവാറും ഈ മുറിക്കകത്തിട്ട് പൂട്ടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. എങ്കിൽ ഞാൻ നിലവിളിച്ച് ആളെ കൂട്ടും. ആളെ കൂട്ടിയാലേ നിന്റെ വായിക്കകത്ത് ഞാൻ തുണി കുത്തി കയറ്റും. മര്യാദക്ക് വായും പൂട്ടി ഇതിനകത്ത് ഇരുന്നോണം, അല്ലെങ്കിൽ ചൂട് ചട്ടകം ഉണ്ടല്ലോ പുറത്തെ തൊലിയും കൊണ്ട് ഇങ്ങോട്ട് പോരും. ആ കണ്ണിച്ചോരയില്ലാത്തൊരു അമ്മയും കൊച്ചുമോളും നിങ്ങളൊക്കെ വെള്ളം ഇറങ്ങാതെ ചാവത്തുള്ളൂ. എടാ, സ്വന്തം അമ്മയായി ഞാൻ വെള്ളം ഇറങ്ങാതെ ചാകണമെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമില്ലടാ. പക്ഷേ എന്തുമാത്രം സ്നേഹിച്ചതാ നീ നിന്റെ മോളെ. ഈ മോളുടെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നടാ? എനിക്കിപ്പോ അമ്മയുമില്ല മോളുമില്ല. വിശ്വൻ, എന്റെ വിശ്വം മാത്രമേ എനിക്കുള്ളൂ. അവന്റെ കണ്ണ് നിറയപ്പെടുണ്ടല്ലോ, എന്റെ ചങ്ക് പൊട്ടുക. മോളെ ഇങ്ങോട്ട് വന്നേ. മര്യാദയ്ക്ക് കണ്ണനോട് പറയാനുള്ളതൊക്കെ പറയാനാ പറഞ്ഞേ. മിണ്ടാതെ കിടക്കടാ, അടക്കി കിടക്കടാ അവിടെ. ഇന്ന് നിനക്ക് പച്ച വെള്ളം തരത്തില്ല. പട്ടിണിക്കിട്ട് കൊല്ലി ഞാൻ. കൊല്ലാൻ എന്നെ കൊല്ലാൻ ഏറ്റവും നല്ലതാ. മോള് വാ ഇങ്ങോട്ട്. വിശ്വ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. വിശ്വ, ഇനി എന്ത് ചെയ്യും മുത്തശ്ശി? ഒരു പിടിയില്ല മോളെ. അവൻ ആൾക്കാരെല്ലാം തിരിച്ചറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ അവൻ ഏതു നേരവും ആ വിശ്വനാഥനെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അച്ഛൻ ആ കാറിന്റെ പിന്നാലെ ലോറിയും കൊണ്ട് പാഞ്ഞപ്പോഴും അപകടം ഒഴിവാക്കിയത് ഈ പറഞ്ഞ വിശ്വനാഥനായിരിക്കോ? അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട് മോളെ. അവന്റെ പിന്നാലെ വിശ്വനാഥന്റെ പ്രേതം ഉള്ളതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. മോളുടെ കണ്ണീരും കരച്ചിലും കണ്ടിട്ടാ അവൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. അതിന്റെ കൂടെ മോൾ ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയില്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയാളാണല്ലോ വിളിക്കുന്നത്, ആ പ്രതാപൻ. ഹലോ കണ്ണാ, എടാ നിന്നോട് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ മോനെ എന്നെ കാണാൻ വരായിരുന്നേ? എന്താ നിങ്ങക്ക് പറയാനുള്ളത്? വേറൊന്നുമല്ല കണ്ണാ, ഞാനാണ് നിന്റെ. ഹലോ കണ്ണനാ ഹലോ, ആ ഫോണിങ് തരാനാ പറഞ്ഞേ. ആ ഫോണിങ് തരാനാ പറഞ്ഞേ. പോടാ, ആ ഫോണിങ് ഇതാ. എനിക്ക് അവരോട് എന്റെ മനസ്സിരുന്ന് വിങ്ങുന്ന കാര്യം പറയണമെങ്കിൽ താ. ഞങ്ങളുടെ മനസ്സിലിരുന്ന് വിങ്ങുന്നുണ്ട് പലതും. മര്യാദക്ക് വിങ്ങലൊക്കെ ഉള്ളിൽ തന്നെ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോണം. അല്ലെങ്കിൽ കൈയും കാലും കെട്ടി അച്ഛനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടും. നിന്റെ അച്ഛനെ കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ. അത് തന്നെയാണ് മോള് പറഞ്ഞത്. നിനക്ക് ചെറിയ വട്ടൊന്നുമല്ല, മുഴുത്ത വട്ട. എന്റെ വിശ്വ, എങ്ങനെങ്കിലും നീ എന്നെ ഒന്ന് സഹായിക്കടാ. ഒന്ന് പറയുന്നത് കേക്കടാ. ഈ മനുഷ്യത്വമില്ലാത്ത ജന്മങ്ങൾ നിന്റെ മോനോട് നിന്നെ കൊന്നത് ഞാനാണെന്ന് പറയാൻ സമ്മതിക്കുന്നില്ലടാ വിശ്വ. ആ ഫോണിങ്ങാ വിശ്വ, ഫോണിങ്ങാ ഒന്ന് പറയട്ടെ ഞാൻ. എന്താടോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കണ്ണേട്ടനോ? ഞാൻ പറഞ്ഞില്ലേ തനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഒന്നുമില്ല കണ്ണേട്ടാ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിഞ്ഞൂടെ? തന്നെക്കാളും കുഴപ്പത്തില്ല ഇപ്പൊ തന്റെ രണ്ടാനച്ഛൻ. അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞേ?
നേരത്തെ അയാൾ എന്നെ വിളിച്ചായിരുന്നല്ലോ. എന്നിട്ട് അയാൾ എന്തോ പറയാൻ തുടങ്ങിയ സമയത്താണ് അയാളുടെ അമ്മ മൊബൈൽ പിടിച്ചെടുത്തത്. ഇപ്പോഴും അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ വിളിച്ചത്? എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. പക്ഷേ അയാളത് പറയുന്നതിന് മുമ്പേ ആരോ മൊബൈല് പിടിച്ചു വാങ്ങി. കരുണയുടെ മുത്തശ്ശിയുടെയൊക്കെ ശബ്ദം മൊബൈലിലൂടെ കേൾക്കായിരുന്നു. മൊബൈല് പിടിച്ചു വാങ്ങിയത് അവരാണെന്നാ തോന്നുന്നത്. അയാൾക്ക് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത്? എന്റെ അച്ഛന്റെ ബാധ ഇപ്പോ അയാളെ പിടികൂടിയെന്നല്ലേ പറയുന്നത്. ഇനി അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും കാര്യമായിരിക്കോ അയാൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതായിരിക്കാനൊന്നും വഴിയില്ല കണ്ണേട്ടാ. ഇപ്പോ സമനിലയൊക്കെ തെറ്റിയതുകൊണ്ട് വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയുന്നെന്നാ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞത്. ഓരോരോ കഥകൾ ഉണ്ടാക്കി പറയാണെന്നും പറഞ്ഞു. ഞാൻ കഴിഞ്ഞൊരു ദിവസം എന്താ അയാൾക്ക് പറയാനുള്ളതെന്നറിയാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ അയാളുടെ അമ്മ അയാളെ കാണാൻ എന്നെ അനുവദിച്ചതുമില്ല. ആ സമയത്ത് അയാൾ ഐസിയുലാണെന്നാ പറഞ്ഞത്. അത് കള്ളമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോകുന്നത്. എന്തുകൊണ്ടാ അയാൾ എന്നോട് സംസാരിക്കുന്നത് ഇവർക്ക് തടയുന്നത്? പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.